ബട്ടർഫ്ലൈ ഡിസൈൻ എന്ന് പറഞ്ഞത് നമ്മൾ അല്ലെ വീട്ടില് നോക്കുമ്പോൾ ഒരു ചിത്രശലഭത്തിന്റെ ചിറകുകളൊക്കെ പോലെയാണ്. പഴയ ഓട് നമുക്കിവിടെ ഡെമോളിഷ് ചെയ്ത ഒരു സൈറ്റിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പൊ അത് നമ്മളൊരു പാറ്റേണിൽ വെച്ചിരിക്കുകയാണ് മതിലായിട്ട്. ഒരു ഡബിൾ ഹൈറ്റില് കൊടുത്തിട്ടുള്ള ഒരു ജാളിയാണ്, ബ്രിക്ക് ജാളിയാണ് കേട്ടോ. വലിയൊരു ലൈറ്റ് ഹൗസ് ഒക്കെ പോലെ തോന്നുന്നു എനിക്ക്. ലാൻഡിംഗ് സ്പേസ് അവിടെയാണുള്ളത്. അതൊരു ലൈബ്രറി സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മള് ബീമിലാണ് അത് നിൽക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഈ വിൻഡോ ചെരിച്ചാ കൊടുത്തിരിക്കുന്നത്. അതെ, ഇത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ആണ്. അതാണ് വീടിന്റെ ഫ്രണ്ടിലോട്ട് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വാളാണ് വരുന്നത്, റാൻഡർ നബിളിന്റെ. ഫാമിലി ലിവിംഗ് ആണ്. ഞാൻ നോക്കിയപ്പോഴേ ഇതിപ്പം എവിടെ വേണമെങ്കിൽ ഇരിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ സ്ഥലങ്ങളാണ്. ഫ്യൂസ്ഡ് ലൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് മുകളില് സ്കൈ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പുതിയൊരു അടിപൊളി കിടിലൻ വെടിക്കെട്ട് ഒന്നാന്തരം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ, പിഞ്ചു. നമ്മളെവിടെ പിഞ്ചു? നമ്മള് പാലക്കാട് ഒലവക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഒലവക്കോട് പാലക്കാടിന്റെ ഒരു ഭംഗിയൊക്കെ അറിയാലോ. നമ്മൾ സ്ഥിരമായിട്ട് പാലക്കാട് തന്നെയാന്ന് തോന്നുന്നല്ലേ. പാലക്കാടും ഭംഗി പോലെ തന്നെ ഒരു കിടിലും വീട് കാണിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഉള്ള വീടാ. അതെ, സാരംഗി എന്നൊരു മനോഹരമായിട്ടുള്ള വീടാണ് നമ്മളിന്ന് കാണിക്കാൻ വന്നിട്ടുള്ളത്. സെറിൻ ആശ ദമ്പതികളുടെ വീടാണ് കേട്ടോ. ജസ്റ്റ് പണി കഴിഞ്ഞിട്ടുള്ളൂ, കയറി താമസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇതിന്റെ എലവേഷൻ വേറൊരു തരത്തിൽ, ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു ഫീല് വേറൊരു ഫീൽ. ഇതൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഉള്ള വീടാണ്. അതായത് ഒരു ഡിസൈൻ തന്നെയാണ് ഇതിന്റെ പല ഭാഗത്തും കാണാൻ സാധിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് ചെയ്ത ആരാന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഈ ആർക്കിടെക്ട് പരമായിട്ട് അത്യാവശ്യം നന്നായിട്ട് പരീക്ഷണം നടത്തുന്ന ഒരാളാണിത്. ഷമി, എപ്പിസോഡിലേക്ക് നമ്മൾ സ്വാഗതം കേട്ടോ. ഷമിയുടെ സ്ഥിരമായിട്ടുള്ള ചെയ്യുന്ന വീടുകളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ കാണിക്കാറുണ്ട്. ഒരുപാട് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ശൈലിയൊക്കെയാണ് ഷമി ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഷമി, ഇതൊരു 2500 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഈ 2500 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ കാണുന്ന ഇടങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ എലമെന്റ് കൊണ്ട് മോട്ടീഫ് ഉണ്ട്, ത്രൂ ഔട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. യെസ്, അത് വീട്ടിൽ ഉടനീളം കാണാൻ പറ്റും. ഇവ നമ്മൾ കോമ്പൗണ്ട് വാളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിക്കുന്ന രീതി തന്നെയാണ്. കുറെ ഓട്, പഴയ ഓട് നമുക്കിവിടെ ഡെമോളിഷ് ചെയ്ത ഒരു സൈറ്റിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പൊ അത് നമ്മളൊരു പാറ്റേണിൽ വെച്ചിരിക്കുകയാണ് മതിലായിട്ട്. അപ്പൊ നമുക്ക് ആ ഒരു ടെക്സ്ചർ വളരെ റിച്ച് ആണല്ലോ. അതെ, എനിക്ക് ഈ പാലക്കാട് ഒരുപാട് പഴയ തറവാടുകളൊക്കെ പൊളിക്കുന്നതിന്റെ ബാക്കി ഇഷ്ടംപോലെ കിട്ടാനുണ്ടാവും അല്ലേ. അപ്പൊ അത്തരം ചില ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. യെസ്, അപ്പൊ പുറമേ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. ഉള്ളിലേക്ക് കയറുമ്പോൾ കോമ്പൗണ്ട് ഒക്കെ റിച്ച് ആയി, കുറച്ച് ഗ്രീൻ സ്പേസും. ഈ ഒരു ഭാഗം നമ്മൾ ഫ്രണ്ട് യാർഡ് ഒരു മിയാവാക്കി ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നമുക്ക് കുറച്ചധികം ഫ്രൂട്ട് പ്ലാന്റ്സും പിന്നെ ട്രീസും ഒക്കെ വേണം എന്നുള്ളത് അതിന് നല്ലത് മിയാവാക്കി തന്നെയാണ്. യെസ്, അതായത് നമ്മള് കോമ്പൗണ്ടോട് ചേർന്നിട്ടല്ല ഒന്നും വെച്ചിരിക്കുന്നത്. അല്ല. ഇപ്പൊ നമ്മൾ അതൊക്കെ വകഞ്ഞു മാറ്റി വേണം പോകാൻ. രീതിയിലാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ടും ഇത് നല്ല ലഷ് ഗ്രീൻ ആയിട്ട് മുകളിലോട്ട് ഉയരും. അപ്പം അതൊരു റിച്ച് ഗ്രീൻ സ്പേസ് ആയിട്ടുള്ള സ്ഥലമായിട്ട് നമ്മുടെ കോമ്പൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോർട്ട്യാർഡ് സ്പേസ് മാറുന്നു. ലാൻഡ്സ്കേപ്പ് ഏരിയ ഇതാണ് മെയിൻ ആയിട്ട്. നമുക്ക് ചെറിയ സ്ഥലമേ ഉള്ളൂ, 10 സെന്റ്. അതിൽ ഹാർഡ് സ്കേപ്പിംഗ് നമ്മൾ കുറച്ചിരിക്കുകയാണ്. ഇപ്പൊ ഫ്രണ്ടില് നമ്മുടെ വരാന്തയുടെ മുന്നിൽ കോബിള് ചെയ്തിട്ടുണ്ട്. പിന്നെ താണ്ടൂര് ബ്ലാക്ക് ബാക്ക് സൈഡിലോട്ട് പോകുന്ന ഒരു വഴിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ ഡ്രൈവേയിലേക്ക് ലീഡ് ചെയ്യുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റൈറ്റ് സൈഡിലൂടെ ഒരു ചെറിയ സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വരാന്തയുടെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പം ഇവിടുന്ന് നമുക്ക് അഭിമുഖമായിട്ടിരുന്ന് സംസാരിക്കാം വീട്ടുകാർ അല്ലേ. ഓക്കെ, നമുക്ക് ഈ ബട്ടർഫ്ലൈ ഡിസൈൻ എന്ന് പറഞ്ഞത് നമ്മൾ അല്ലെ വീട്ടില് നോക്കുമ്പോൾ ഒരു ചിത്രശലഭത്തിന്റെ ചിറകുകളൊക്കെ പോലെയാണ്. അത് എവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തല്ലേ. നമ്മളിപ്പോ റൂഫില് ബട്ടർഫ്ലൈ റൂഫാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബെഡ്റൂമിന്റെ ഭാഗമാണ്. അപ്പൊ ബെഡ്റൂമിന്റെ ഈ ഒരു വിങ് മൊത്തം ബട്ടർഫ്ലൈ റൂഫ് ആയിട്ടാണ് വരിക. പിന്നെ ആ ഒരു കട്ടിങ്സ്, ആ ഒരു ആംഗുലാർ ഫോംസ് ഒക്കെ ത്രൂ ഔട്ട്, ഇപ്പൊ നമ്മുടെ വരാന്തയുടെ സ്ലാബ് ആണെങ്കിലും മെയിൻ ഡോറിന്റെ ഡോർ കം വിൻഡോ ആണെങ്കിൽ അതിലെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എക്സ്പോസ്ഡ് ബ്രിക്ക് ആണ് കൂടുതൽ ഭാഗത്തും. ആ മെറ്റീരിയൽസ് ഒക്കെ അതിന്റെ ട്രൂ ഫോമിൽ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു റാൻഡർ റബിൾ ആണെങ്കിലും നമ്മൾ ക്ലാഡിംഗ് അല്ല ചെയ്തിരിക്കുന്നത്, സോളിഡ് വാൾ ആണ്. അപ്പൊ നമുക്ക് ചൂട് കുറയ്ക്കാനും ഇത് ഒക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ സ്റ്റോൺ അല്ലേ? അതെ, അതായത് 45 സെന്റിമീറ്ററിന്റെ വാൾ തന്നെയാണ് അത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള ബ്രിക്കും വന്നിരിക്കുന്നത് അല്ലേ. അതിലും ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാറ്റേണിൽ നമ്മൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഫിക്സഡ് ഗ്ലാസ് ആയിട്ട്. അപ്പൊ അത് ഷിമർ ചെയ്തിട്ട് ഉള്ളിലോട്ട് ഡേ ലൈറ്റ് വരും എന്നുള്ള ഒരു ഐഡിയ. ഓക്കെ, നമ്മൾ നല്ല സിറ്റ് ഔട്ട് സ്പേസിലേക്ക് കയറുകയാണ്. അവിടത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ബട്ടർഫ്ലൈ എഫക്ട് കാണാനുണ്ട്. അതിൽ നമ്മൾ 2 സ്റ്റെപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വലിയ സ്റ്റെപ്പ് ഈ കാണുന്നതാണ്. അപ്പൊ അത് പെബിൾസ് വെച്ചിട്ട് ഒരു ലൈന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഉള്ളില് ഒരു ഗ്രീനറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കയറണം. ഇതാണെങ്കിൽ ഒരു ടെക്സ്ചർ ഉള്ളതാണ്, വഴുക്കി വീഴാതിരിക്കാനൊക്കെ.
പിന്നെ അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് ജയ്സാൽമർ സ്റ്റോണും പിന്നെ ബ്ലാക്ക് ഗ്രാനൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലാണെങ്കിലും ആ ഒരു ആംഗുലാർ ഫോം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാൾ എന്ന് പറയുന്നതും ഈ ഒരു ഫ്ലോട്ടിംഗ് എഫക്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മള് ബീമിലാണ് അത് നിൽക്കുന്നത്. അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിട്ട് ഒരു സീറ്റിംഗും കൊടുത്തിട്ടുണ്ട്, ഇൻബിൽഡ് ആയിട്ടുള്ള സീറ്റിംഗ്. അതിന് താഴെ കമ്പി ഉണ്ട് സപ്പോർട്ടിൽ, പക്ഷെ അതിങ്ങനെ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ കാണില്ല. മഹാഗണിയാണ് വുഡ് വരുന്നത്. കൊള്ളാം. അതിന് ചേർന്നുള്ള ഒരു ചെയറും, അതെ, സിംഗിൾ ചെയർ. അത് അതിന്റെ ഒരു എസ്തെറ്റിക് എലമെന്റോട് മാത്രം വെച്ചിരിക്കുന്ന പോലെ തോന്നുള്ളൂ അല്ലേ? അതെ. ഷമ്മി നിർമ്മിക്കുന്ന എല്ലാ വീടുകളിലെയും വിൻഡോസ് ഒക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. ഇതും അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടൊരു വിൻഡോയാ. അതെ അതെ, അത് കോൺഷ്യസ്ലി നമ്മൾ ചെയ്യുന്നതാണ്. ഒരേ സംഭവം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ നമുക്കും താല്പര്യമില്ല. പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിൽ ഇത് ഫ്രെയിംസ് ഒക്കെ സ്റ്റീലിന്റെ ആണ്. അത് പെയിന്റ് ചെയ്തിരിക്കുകയാണ്, മാറ്റ് ഫിനിഷ് സ്റ്റീലാണ് അല്ലേ? അത് നമ്മുടെ തീമിനോട് മാച്ച് ചെയ്യുന്ന ഗ്രേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ടീക്ക് വുഡ് ആണ് വരുന്നത്. അതിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടുണ്ട്. അത് തന്നെ നമ്മുടെ മെയിൻ ഡോറിലുണ്ട്. അതിലിപ്പോ ഹാൻഡിൽസ് നോക്കുകയാണെങ്കിലും കസ്റ്റമൈസ്ഡ് ആണ്. ഇതെല്ലാം നമ്മൾ ആശാരിക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചതാണ്, ഷേപ്പും കാര്യങ്ങളും. ഇത് പലയിടത്തും കാണാൻ പറ്റും കേട്ടോ. അതൊരു ഫിഷ് സ്കെയിൽ മോട്ടീഫ് ആണ്. അത് മോട്ടീഫ് അതാണ്. അപ്പം മെയിൻ ഡോറ് നമ്മൾ തുറന്ന് കയറുകയാണ്. 2 പാളി ഇതായിട്ട് കൊടുത്തിരിക്കുകയാണ്. സ്വാഗതം അല്ലേ, സാരംഗിയിലേക്ക് സ്വാഗതം. നമ്മൾ കയറിയപ്പോൾ നമ്മുടെ മെയിൻ ലിവിങ് സ്പേസ് ആണ്. വേറെ സെറ്റപ്പായിട്ടൊന്നും അധികമൊന്നും കൊടുത്തിട്ടില്ല. ഒരു മനോഹരമായിട്ടുള്ള ഒരു സോഫ കൊടുത്തിരിക്കുന്നു. പിന്നെ സിംഗിൾ സീറ്റർ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും സട്ടിൽ കളേഴ്സ് ആണ് അതിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം വുഡിന്റെ റിച്ച്നെസ് തന്നെ ഉണ്ട് എല്ലാ ഫർണിച്ചർ ഐറ്റംസിലും. ഷമ്മിയുടെ ഒരു മെയിൻ ഇത് തന്നെ ഒരു സട്ടിലായിട്ട കളേഴ്സ് ആണ് പൊതുവെ ഉപയോഗിക്കുക അല്ലെ? ഫ്ലോറിംഗ് ആണെങ്കിലും പെയിന്റ് ആണെങ്കിലും. ഫ്ലോറിംഗിലാണെങ്കിലും ഈ ഒരു ഗ്രേയും പിന്നെ അതിനൊരു ലൈൻ ഇങ്ങനെ ഹൊറിസോണ്ടലി പോകുന്നുണ്ട്. അത് മാത്രമാണ് ഒരു ഡീറ്റെയിലിംഗ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഈ ഒരു സ്പേസർ ഗ്യാപ്പ് ഒരു പാറ്റേണിൽ ക്രിയേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ടി വി യൂണിറ്റ് മറ്റെവിടേക്കും മാറ്റിയിട്ടില്ല, ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒറ്റൊരു ഏരിയ, കോമൺ ഏരിയ മൊത്തത്തിൽ ഓപ്പൺ ആണ്. അതായത് ലിവിങ്, ഡൈനിങ്, പിന്നെ ഡൈനിങ്ങിൽ നിന്ന് ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പാഷിയോ, പിന്നെ ഡൈനിങ്ങിൽ തന്നെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അത് കഴിഞ്ഞ് കിച്ചൺ. അങ്ങനെ അങ്ങ് പോയിരിക്കുകയാണ്. സ്റ്റെയർ, പിന്നെ 2 ബെഡ്റൂം അവിടെ ഇവിടെകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് സ്റ്റെയർ കേസ് വരുന്നത്. ഇതാ ഇവിടെ നിന്നാണ് ശരിക്കും ഡിസൈൻ ഉണ്ടായിരിക്കുന്നത് അല്ലേ? അതും മഹാഗണിയുടെ പീസുകളാണ്. അത് നമ്മൾ വാൾ ഡെക്കോർ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഷേപ്പ് ആയിരിക്കും മൊത്തം വീടിനുണ്ടാവും തോന്നുന്നു അല്ലേ? ഓക്കെ, കൊള്ളാം. പിന്നെ ഇവിടെ വരുമ്പോഴത്തേ ഒരു പ്രയർ സ്പേസ് ആണ്, ഒരു പൂജ യൂണിറ്റിന് കുറച്ചൊരു എക്സ്ക്ലൂസിവിറ്റി കൊടുക്കണം എന്ന് ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഒരു തോട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 2 ജനലുകളുടെ ഇടയിൽ നമ്മളിത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. മഹാഗണിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കോമ്പാക്ട് ആയിട്ടുള്ള പിന്നെ ക്ലയന്റിന്റെ റിക്വയർമെന്റ് ഇത്ര മതി എന്നുള്ളതായിരുന്നു. ഇവിടെ വരുമ്പോൾ ഈ ഡൈനിങ് സ്പേസിന്റെ ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാട്ടോ ചെയ്തിരിക്കുന്നത്. ചെയറും അങ്ങനെ തന്നെ. ഇതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുള്ള എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ആ ഒരു സീറ്റിംഗിന്റെ ഫാബ്രിക് ആണെങ്കിലും ആ കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ? ഒന്നതാണെങ്കിൽ ഈ കളറിൽ ഹാങ്ങിങ് ലൈറ്റുകൾ ഉണ്ടോ? ഇതൊക്കെ പിന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. പക്ഷെ ആ തീമിൽ ചേർന്ന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലും വന്നിട്ടുണ്ട്. അതുപോലെ ഡബിൾ ലെയർ ആയിട്ടുള്ള. ഇനി ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പാഷ്യോ സ്പേസ് എന്നോ ഒരു കോട്ടയാർഡ് സ്പേസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഇടം ഉണ്ടല്ലേ? ഇത് ശരിക്കും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇടമാണ്. ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന സ്ലൈഡിംഗ് ഫോൾഡിംഗ് ആണ് ഡോർ. അതൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ഇടത്തേക്ക് ചെല്ലുകയാണ്. ഒരു ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ബ്രിക്ക് ജാളിയാണ് കേട്ടത്. വലിയൊരു ലൈറ്റ് ഹൗസ് ഒക്കെ പോലെ തോന്നുന്നു എനിക്ക് അല്ലേ? അതുപോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു സ്ഥലം. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ എയർ സർക്കുലേഷൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് രാവിലെ ഇവിടുന്ന് വെളിച്ചവും വരും. ആ ഒരു പാറ്റേൺ ഇങ്ങനെ ക്രിയേറ്റ് ആവും ഇവിടെ. പിന്നെ ഈ ഒരു ഡോറ് ഈ ഒരു ഡോറും ആ ഒരു വിൻഡോയും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു എക്സ്റ്റീരിയർ സ്പേസ് ആയിട്ട് മാറി. അപ്പൊ കൊതുവിന്റെയും പ്രാണികളുടെയും ശല്യം ഒന്നും ഉണ്ടാവില്ല. പകല് നമുക്ക് വേണേൽ തുറന്നിടാവുന്ന രീതിയിലാണ്. അതെ. ഇവിടെ ഒരു ഫിഷ് പോണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വാട്ടർ ഫീച്ചർ, വാട്ടർ അത്യാവശ്യം നല്ല ആഴം ഉണ്ടല്ലേ? ഉണ്ട്. ഒരു 2 അടിയിലും മുകളിലുണ്ട്. അപ്പൊ അവിടേക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാൻ വേണ്ടിട്ട് 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടുക്കളയെന്നാണോ? അത് യൂട്ടിലിറ്റി സ്പേസ് എന്നാണ് പറയുന്നത്. ഇത് ഡൈനിങ്ങിന്റെ ഭാഗത്ത് അത് കറങ്ങും. അത് ഒന്ന് ശക്തിയിൽ തിരിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ കറങ്ങും. ഇവിടെ ഇരിക്കാം. ഇവിടെ ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കാം. പിന്നെ പാഷ്യോന്ന് വിഷ്വലി ആക്സസ് ഉണ്ട് എല്ലാ ഭാഗത്തുനിന്നും. ഇപ്പം ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണെങ്കിലും ഡോർ ഉണ്ട്, സ്റ്റാൻഡിംഗ് ബാൽക്കണി ഉണ്ട്, വിൻഡോസ് ഉണ്ട്. അവിടുത്തെ ബെഡ്റൂമിൽ നിന്നാണെങ്കിൽ നോക്കാം. അതെ, ഈ ബെഡ്റൂമിൽ നോക്കാം. എല്ലായിടത്തും ഇങ്ങോട്ടേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാട്ടോ, നല്ലൊരു സ്ഥലമാണ്. ഉസ്താദ് ഹോട്ടൽ സിനിമയ്ക്കകത്ത് പെണ്ണ് കാണൽ സീനില്ല, എല്ലാവർക്കും നോക്കാൻ പറ്റിയ ഒരു ഇടത്തേക്ക്
പിടിച്ചിട്ട് അതുപോലെ ഇവിടെ ഇരുന്ന് സംസാരിക്കും. എല്ലായിടത്തും നോക്കാം. കിച്ചണിൽ ഫസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. പിന്നെ അത് നല്ല വീതിയുണ്ട്. ഇത് മഹാഗണിയാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത്. ബാക്കി അടിഭാഗമൊക്കെ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവർ ഹെഡ് യൂണിറ്റ്സ് കുറച്ചൊരു മിനിമൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഒരു വൈറ്റ് കളറിലാണ് കിച്ചന്റെ മൊത്തത്തിലുള്ള തീം. താഴെ വരുമ്പോൾ ഫ്രെയിംസും പിന്നെ ചെറിയ നോബ്സും കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽസ് ആയിട്ട്. പിന്നെ എക്സ്ട്രാ വെളിച്ചം ഡിഫ്യൂസ്ഡ് ലൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് മുകളില് സ്കൈ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. രസമായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് പോർച്ചിലേക്കും റോഡിലേക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഇത് 2 ടൈപ്പ് വിൻഡോസ് ആണ് മൊത്തം വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് മരത്തിൽ നമുക്ക് ഓപ്പണബിൾ പാർട്സ് ഉള്ളത്, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം അലുമിനിയത്തിൽ. ഈ പ്രീമിയം അലുമിനിയത്തിൽ വരുന്ന വിൻഡോസ് ഒക്കെ ടെട്രിസ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടല്ലോ, നമ്മള് പഴയ ഒരു ഗെയിം ബോയിലൊക്കെ ഉണ്ടാവണ അത് ആ ഒരു ഷേപ്സിലാണ്, അതിന്റെ ഓരോ യൂണിറ്റ്സിന്റെ ഷേപ്സിലാണ്. പഴയ എന്ത് ഗെയിം അത്? ടെട്രിസ് എന്നാണ് അതിന്റെ ശരിക്കുള്ള ടെട്രിസ് ആണ്. വലിയ പെട്ടികൾ അത് വന്ന് വീഴും, അതിങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോകും. പെരുന്നാളിലൊക്കെ സ്ഥിരം ഓർമ്മ കിട്ടി നിങ്ങൾക്ക് പറയണേ, ഞാൻ മറന്നുപോയി അതിന്റെ പേര്. ഓക്കെ, അപ്പൊ എനിക്ക് വാൾ ടൈല് അല്ലേ, ഇതാണ് മോട്ടീഫ്. അതെ, അതിലാണെങ്കിലും അത് കിട്ടിയിട്ടുണ്ട് ആ ഒരു മോട്ടീഫ്. ഇതിങ്ങനെ പുറത്തേക്ക് എക്സ്പോസ് ചെയ്തിങ്ങനെ ഒരു ചെറിയൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലമല്ല ഇത് ശരിക്കും പറയാനുണ്ടെങ്കിൽ. കൊള്ളാം. പിന്നെ അങ്ങോട്ടേക്ക് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് കവേർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാത്വേ ഒഴിച്ച് ബാക്കിയെല്ലാം കവേർഡ് ആയിട്ടാണ്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ലക്ഷ്മി നമ്മളെ കയറി വരുമ്പോൾ തന്നെയുള്ള നമ്മുടെ മെയിൻ ഹാളിനടുത്ത് തന്നെയുള്ള ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം. അതെ, ഇതാണ് വീടിന്റെ ഫ്രണ്ടിലോട്ട് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വാളാണ് വരുന്നത്, റാൻഡർ നോബിളിന്റെ. ഉള്ളിലേക്കും അങ്ങനെ തന്നെ വന്നിരിക്കുന്നത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിൽ സിമെന്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഇതില് ഒരു ലെങ്തി ആയിട്ടുള്ള വിൻഡോ വരുന്നുണ്ട്. അതാണെങ്കിലും താഴെ ഒരു ആംഗിളിൽ സ്ലാൻഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ അതിലാണെങ്കിലും ഒരു ചെറിയ ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഓപ്പണബിൾ പാർട്സ് പ്ലെയിൻ ആയിട്ടുള്ള ടീക്ക് വുഡിന്റെ ഫ്രെയിമും പിന്നെ ഗ്ലാസ്സും ആണ് വരിക. ഒന്ന് മാത്രം ആ ഒരു ചെക്കേർഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ വാർഡ്രോബ് സ്പേസ് വന്നിരിക്കുന്നു. അതെ, അവിടെ ഒരു ഭാഗം മാത്രം ഇത് ലാമിനേറ്റ് ചെയ്ത മിറർ ആണ്, മിറർ ലാമിനേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ താഴെയാണെങ്കിലും ഒരു മൈക്ക ഫിനിഷിൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ഒരു ബേ വിൻഡോയുടെ ലൈന് കുറച്ചുകൂടി എവിഡന്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ബേ വിൻഡോ നിങ്ങൾ കണ്ടോണേ, ചെറിയൊരു ബേ വിൻഡോ, ഒരു ക്യൂട്ട് സ്പേസ്, ഒരു വിൻഡോന്റെ അങ്ങോട്ട് നോക്കാൻ വേണ്ടി മാത്രം, ആ സിംഗിൾ വിൻഡോയ്ക്ക് വേണ്ടി മാത്രം ഒരു ബേ വിൻഡോ, ചെറിയ റീഡിംഗ് സ്പേസ് എന്നോ എന്തുകൊണ്ടാണ് നമുക്ക് അതിനെ വിളിക്കാം. പിന്നെ പില്ലൊക്കെ നമ്മള് കസ്റ്റമായിട്ട് ചെയ്തതാണ്, സെമി സർക്കിളിലുള്ളത്. കുറച്ച് പ്ലേഫുൾ ആയിട്ട് വേണം എന്നുണ്ടായിരുന്നു. പിന്നെ ബെഡിന്റെ സൈഡിൽ തന്നെ ഒരു ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ട്. അപ്പൊ അതില് മഹാഗണിയുടെ പ്ലാങ്ക്സ് ആണ് ഹൊറിസോണ്ടലി കൊടുത്തിരിക്കുന്നത്. കൊള്ളാട്ടോ. നമ്മുടെ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് പിന്നെ വാഷ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. നമ്മൾ കൺവെൻഷനലി ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സ്റ്റെയറിന്റെ അടി അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റ് ആയി കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും പൊതുവേ മിക്ക വീടുകളിലും. പക്ഷെ ഇവിടെയൊക്കെ അതൊക്കെ വളരെ സർഗാത്മകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലൈബ്രറി സ്പേസ് ആയി വന്നിരിക്കുന്നു. ഈ ഒരു ലാൻഡിങ്ങിന്റെ താഴെയാണ് മൊത്തം സർവീസസ് ഹൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഡോർ ഉണ്ട്, അതിനൊരു എയർ പാസേജും ഗ്രേറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട് താഴെ. അപ്പൊ അത് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് സർവീസസിലോട്ടുള്ള ആക്സസ് ആണ്. അതിന്റെ മുന്നിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ബുക്സ് ഒക്കെ വെക്കാനുള്ള ഒരു ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ഹാൻഡ് വാഷ് ഏരിയ ഇവിടെയാണ്. അത് വുഡിലാണ്, ഫുൾ സോളിഡ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഷേപ്പ്ലെസ് ആണത്. അപ്പൊ ആ ഷേപ്പ്ലെസ് ആയിട്ട് തന്നെ മിററും കൊടുത്തിട്ടുണ്ട്. സിമന്റ് വാളാണ് മുകളിലോട്ട് ഡബിൾ ഹൈറ്റിൽ പോകുന്നത് ഇങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാൻലിവർ ടൈപ്പ് ആണ്, ചുമരുന്നാണ് അത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ഓരോ സ്റ്റെപ്പും മുകളില് വുഡ് കവർ ചെയ്തിരിക്കും. നമ്മൾ താഴത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ എവിടെ ഉള്ളത്? മെസനൈൻ, അതായത് മുകളിലല്ല താഴെയല്ല, നടുക്കത്തെ ലാൻഡിംഗ് സ്പേസ് അവിടെയാണുള്ളത്. അതൊരു ലൈബ്രറി സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ബുക്ക് എടുക്കാം, ഇവിടെ റിലാക്സ് ആയിട്ട് വായിക്കാം എന്നുള്ള രീതി. 2500 സ്ക്വയർ ഫീറ്റിൽ നമുക്കൊരു ലൈബ്രറി സ്പേസ് പ്രത്യേകം കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഇത്തരം ചില നമ്മൾ പറഞ്ഞില്ലേ, ചില ഇടങ്ങൾ വേസ്റ്റ് ആയി പോകുമായിരുന്ന പല ഇടങ്ങളെയും ഇത്തരം സ്പേസുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അവിടെയും വീണ്ടും ഒരു ലൈബ്രറി യൂണിറ്റ് വന്നിരിക്കുന്നു താഴെ. ഇതിപ്പോ ആശേച്ചിയുടെ കുറച്ച് ബുക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ പുതിയ വീട്ടിലേക്ക്. തറവാട്ടിൽ ഇനിയുണ്ട്, അപ്പൊ അതൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. വരാനുണ്ട്. വലിയൊരു സ്പേസ് ആണ്. അത്യാവശ്യം നല്ല വായനാശീലമുള്ള ആളുകളാണ് തോന്നുന്നല്ലേ. പിന്നെ മുകളിലേക്ക് കയറാം. ഒരിടവും വെറുതെ കളയാനുള്ള ദ്രവ്യം കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലത്തെ ഫാമിലി ലിവിംഗ് ആണ്. ഞാൻ നോക്കിയപ്പോഴേ ഇതിപ്പം എവിടെ വേണമെങ്കിൽ ഇരിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ സ്ഥലങ്ങളാണ്. അവിടെ ഇവിടെയും ഉണ്ടോ? ഇതൊക്കെ ഇവിടെ ഒന്നും സ്പേസിന്റെ ആവശ്യം പോലും ഇല്ല, അങ്ങനെ വരില്ല. ഇല്ല, അവിടെ റെയിലിംഗ് ആണ് നോർമലി വരിക. അതെ, അവിടെ നമ്മളൊരു സീറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. ഹാൻഡ് റെയിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരുള്ളൂ. പക്ഷെ അവിടെ ഒരു മനോഹരമായിട്ട് ഇരിപ്പിടം ആക്കി എടുത്തിരിക്കുക, രണ്ടുപേർക്കൊക്കെ ഇരിക്കാം. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ പറഞ്ഞ സാധ്യതകൾ കണ്ടെത്തുക എന്ന് പറയുന്നത്.
അടുക്ക് തന്നെ നമുക്കൊരു ഊഞ്ഞാലുണ്ട്. പിന്നെ അതിനൊരു ഹൈലൈറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അത്തംകൂടി പാറ്റേണിലുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. അത്തംകൂടി ടൈൽ തന്നെയാണോ ഇത്? അല്ലല്ല, ഇത് മറ്റേ സിംബോളോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ ഈ ഇവിടെ ഫ്ലോറുകൾ ഇങ്ങനെ 3-4 തരമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ? ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. കാരണം മുകളിലോട്ട് എത്തുമ്പോൾ കുറച്ച് പ്ലേഫുൾ ആവാന്ന് വിചാരിച്ചു. പിന്നെയും ഒരു ഇരിപ്പിടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പഴയ തറവാട്ട് വീടുകളിലെ കുട്ടികളുടെ ഇരിപ്പിടമാണ്. ഫുള്ള് വുഡിലുള്ള ഒരു വിൻഡോ ആണ് വരുന്നത്. തുറന്നു കഴിഞ്ഞാൽ അഴികളൊന്നുമില്ല, നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റും. പിന്നെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കൈവരി, കൈപ്പടി എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ വരുവാനില്ലാരും ഈ വിജനമാം ആ ഒരു ഫീൽ കിട്ടുന്ന ഒരു കൈവരിയും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. യെസ്. അപ്പം ഇവിടെ 2 ബെഡ്റൂമുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതെ, മുകളിൽ 2 ബെഡ്റൂം. യെസ്. ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ വരുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഒരു ചെയർ ഇരുന്ന് എഴുതാനും. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഒരു മെയിൻ ലൈറ്റ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇല്ല, എല്ലാം വാൾ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് മതി. യെസ്. പിന്നെ പോരാതെ ഇഷ്ടം പോലെ ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെ നിന്നൊക്കെ ലൈറ്റ് വരും, വന്നോളൂ. നമുക്ക് താഴേക്ക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പോസിബിൾ ആക്കുന്ന ഇത്തരം ഇടങ്ങൾ കൂടെ ഉണ്ട് അല്ലേ? ഡബിൾ ഹൈറ്റ്. അപ്പൊ ഇവിടുന്ന് വിളിച്ചാലും താഴെ കേൾക്കും, കാണാൻ പറ്റും ആരാ വന്നതെന്ന്. അതെ. അതിനുവേണ്ടി കറക്റ്റ് ചെറിയ സ്പേസാ. ഈ ഒരു നോർത്ത് സൈഡിൽ നമുക്ക് ആ ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജാളി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലാണെങ്കിൽ നമുക്ക് ഷാഡോസ് ക്രിയേറ്റ് ആവും. പിന്നെ കൊതുവും പ്രാണികളൊന്നും വരാതിരിക്കാൻ നെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആ ഒരു വെർട്ടിക്കൽ എവിടെയാണോ ബ്രിക്ക് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ ഫ്രെയിംസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. വീണ്ടും പാലക്കാടൻ കാറ്റ് പലയിടത്തായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടുന്ന് നമുക്ക് താഴെയുള്ള നമ്മുടെ പാഷ്യോയിലേക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമാണ്. നമുക്ക് ഇങ്ങോട്ട് കയറാം. ഇത് മോളുടെ ബെഡ്റൂം ആണ്. ഒരു ബ്ലൂ തീമിലാണ് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. മകളുടെ പേര് അതിഥി എന്നാണ്. അപ്പം ഇത് അതിഥിയുടെ മുറിയാണ്. ഇവിടുത്തെ അതിഥി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മകളാണ്. ബ്ലൂ തീമിലാണ് മൊത്തം ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുന്നാണെങ്കിൽ ഒരു സ്റ്റാൻഡിങ് ബാൽക്കണി ഉണ്ട് പാഷ്യോ സ്പേസിലേക്ക് തുറക്കണത്. നമ്മൾ നേരത്തെ താഴെ എന്ന് പറഞ്ഞ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരിടം. അതെ, ഒരു ബിൽഡിംഗ് ആയിട്ട് വാളിനോട് ചാരിയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്, കൂടുതൽ പ്രൊജക്ഷൻസ് ഒന്നും ഇല്ലാതെ. അപ്പൊ അതിലാണെങ്കിലും ഒരു ലാമിനേറ്റ് ചെയ്ത മിറർ കൊടുത്തിട്ടുണ്ട്. ഫോയറിൽ നിന്നാണ് ടോയ്ലറ്റിലേക്കുള്ള ആക്സസ് വരുന്നത്. ടോയ്ലറ്റിലും ആ ഒരു ബ്ലൂ തീം തന്നെയാണ്, ഒരു ചേഞ്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ടോയ്ലറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ. രണ്ടാമത്തെ ബെഡ്റൂം എനിക്ക് എല്ലാ ബെഡ്റൂമിന്റെയും വാതിലുകളില്ലേ അത് ഇഷ്ടപ്പെട്ടു. ഒരു ആർച്ച്, ഒരു ചേഞ്ച് ഉണ്ട്. ഫുള്ളി ആർച്ച് അല്ല, അതൊരു ടൈപ്പ് ഓഫ് ആർച്ച് ആണ്. മോന്റെ ബെഡ്റൂം ആണ്. അപ്പൊ അതില് ഒരു ബാൽക്കണി വരുന്നുണ്ട്. പിന്നെ താഴെയുള്ള സെയിം അമ്യൂണിറ്റീസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്റ്റഡി ഏരിയ വരുന്നുണ്ട്. പിന്നെ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു വാർഡ്രോബും വരുന്നുണ്ട്. അതിലാണെങ്കിലും ഒരു ഡോറ് മിറർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കണ്ട ബെഡ്റൂമിന്റെ ഒക്കെ സെയിം ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഈ വിൻഡോ ചെരിച്ചാ കൊടുത്തിരിക്കുന്നത്. അതെ, ഇത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ആണ്. അപ്പൊ ആ കോർണറിലാണ് ആള് നിന്ന് ആ പാടത്തോട്ട് നോക്കുക എന്നുള്ള ഒരു ഐഡിയയിലാണ്. നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങാം. ചെരിഞ്ഞിട്ടുള്ള ഇത് നമുക്ക് ഫുൾ ആയിട്ട് തുറയും, സ്ലൈഡിംഗ് ഫോൾഡിങ്. പിന്നെ അതിൽ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി ലൈറ്റ് വരും വേണം, സെക്യൂരിറ്റി നോക്കും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രിൽസ് കൊടുത്തിരിക്കുന്നത്, വെർട്ടിക്കൽ ആയിട്ടുള്ള. പിന്നെ ബാൽക്കണിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു കോർണർ സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയും ഒരു സീറ്റിംഗ് സ്പേസ് വരുന്നുണ്ട്, വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഭാഗത്തുള്ള പാടവും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ പാടങ്ങളുടെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ, നല്ല പച്ചപ്പുള്ള സമയമൊക്കെയാണ്. അതെ, അതിന് ഫോക്കസ് കിട്ടുന്ന രീതിയിലാണ് ഇത് അലൈൻ ചെയ്തിട്ടുള്ളത്. ഈ വഴിയും കിട്ടും, കറക്റ്റ് പാടവും കിട്ടും. കറക്റ്റ് ആണ് കേട്ടോ, ആ ഡിസൈൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ അതിഥി കേട്ടോ. അതിഥി എന്നാണ് പേര് അല്ലേ? 5ാം ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ഇപ്പൊ 2 പേര്, സാധാരണ 4 പേരുണ്ടാവുന്നത്. പക്ഷെ ഇപ്പൊ 2 പേരുണ്ട്. 2 പേരേ ഉള്ളൂ. ഇപ്പൊ 2 പേരേ ഉള്ളൂ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടല്ലേ ഞാനും മുങ്ങിയാനല്ലേ. പക്ഷെ ഇന്ന് 3 ആവും, കാരണം ചേട്ടൻ വരില്ല. ചേട്ടൻ വരുന്നുണ്ടോ? ചേട്ടൻ എന്താ ചെയ്യുന്നത്? +1. എങ്ങനെയുണ്ട് വീട്? നമ്മുടെ രസമാണ്, നല്ല രസമുണ്ടാണ്, ഇഷ്ടപ്പെട്ടു. അടിപൊളി വീടാ. എവിടെയാ കൂടുതൽ ഇരിക്കാനൊക്കെ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ? ആ സ്റ്റെയർ കേസിന്റെ അവിടെ ഒരു ഇരിക്കണ ഭാഗത്ത് അവിടെ ഇഷ്ടം. ഹാപ്പിയാണ് കണ്ടോ, അതിഥിയുടെ ഫേസിൽ തന്നെ ഉണ്ട് ഹാപ്പിനെസ്. അതിഥികളും ഹാപ്പി ആയിരിക്കും ഇവിടെ വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ ഇഷ്ടപ്പെട്ട ഒരു വീടാണ്. സാരംഗി അല്ലേ, ബട്ടർഫ്ലൈ ഹൗസ് എന്നൊക്കെ പറയാം. ശലഭം. ഓക്കെ, അപ്പോൾ പാലക്കാടുള്ള ശലഭം ഹൗസിൽ നിന്ന് നമ്മൾ ഇറങ്ങണം, ശലഭ വീട്ടിൽ നമ്മൾ ഇറങ്ങണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. ഷമ്മി ഉണ്ടാക്കുന്ന വീടുകൾക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്. ഷമ്മിയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ടൈൽസ് ഓഫ് ഡിസൈൻ എന്നാണ് സ്ഥാപനത്തിന്റെ പേര് അല്ലേ. എവിടെയാണ് നമ്മൾ ഓഫീസ് വരുന്നത്? പെരിന്തൽമണ്ണയിലാണ്. അതെ, ശലഭത്തെ പോലെ എല്ലായിടത്തും എത്തും. ഓക്കെ, അപ്പം ആവശ്യമുള്ളവർക്ക് വിളിക്കാന്നാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പൊ അതിഥി, ഷമ്മി, പിഞ്ചു ഒരു ബൈ പറഞ്ഞു. ബൈ.